കാലിക്കറ്റ് ബിരിയാണി ഒന്ന് പറഞ്ഞു. കാലിക്കറ്റ് ബിരിയാണി പറയുകയാണെങ്കിൽ ആ. നമ്മൾ ആദ്യം ചിക്കൻ എല്ലാം പച്ചക്കാണ്. ആ. ചിക്കൻ ഒരു കോഴി ഒരു 14 കഷ്ണമായിട്ട് കട്ട് ചെയ്യുക. ആ. 2-300 ഒക്കെ. ആ. അതിൽ ഉപ്പിടുക, ആ. മഞ്ഞൾപ്പൊടി ഇടുക. ഉം. അവരുടെ ഒരു ബിരിയാണി മസാലയുണ്ട്. അധികം സാധനങ്ങളൊന്നുമില്ല. പട്ട, കറയാമ്പ്, ഏലക്ക, ജാതിപത്രി, ജാതിയുടെ മറ്റേ നട്ട്മഗ് എന്താണ് അത്, അതെല്ലാം കുറച്ച് എടുത്തുനിന്ന് പൊടിച്ചിട്ട് ആ മസാല, ഏലക്ക, അതിനൊക്കെ ഒരു അളവുണ്ടല്ലോ. നമുക്ക് കൈപ്പിടിയിൽ ഇങ്ങനെ ഇടും. സവാള, വെളിച്ചെണ്ണ, മല്ലിയില, പുതിന, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതയ്ക്കും. അത് പുരട്ടി അങ്ങനെ വെക്കും. മാരിനേറ്റ് ചെയ്ത് വെക്കും. ഉപ്പ് കറക്റ്റ് ആകുക, എരിവ് കറക്റ്റ് ആകുക, ഇഞ്ചി വെളുത്തുള്ളി അതിന്റെ ഒരു ഇതുണ്ടല്ലോ. ഉപ്പും പുളിയും എരിവുമാണ് ഇതിന്റെ മെയിൻ കറക്റ്റ് ആകേണ്ടത്. മുളകും എരിവ് എന്ന് പറയുന്നതാണല്ലോ മുളക്. എന്നിട്ട് അത് മാരിനേറ്റ് അങ്ങ് വെക്കുക. കുറേ നേരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈമയാണ് സാധാരണ യൂസ് ചെയ്യണം അതിന്. കാലിക്കറ്റ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കറക്റ്റായിട്ട് ഉപ്പ് കറക്റ്റ് ചെയ്യുക. അത് ഒരു പാത്രം അരിയാണെങ്കിൽ, ഒരു കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം. ഉപ്പ് നമ്മൾ ഊറ്റിയെടുക്കണതിനും നെയ്ച്ചോറ് വെക്കണതിനും ഉപ്പ് 2 രീതിയിലാണ് വെക്കുന്നത്. ഊറ്റിയെടുക്കണതിൽ ഇച്ചിരി കൂടുതൽ ഉപ്പിടും. നെയ്ച്ചോറ് കുഞ്ഞാ വെള്ളത്തിൽ കിടന്ന് വറ്റണല്ലേ, അപ്പൊ ഇച്ചിരി ഉപ്പ് കുറവ് മതി. കാരണം വെള്ളത്തിലുള്ള കംപ്ലീറ്റ് ഉപ്പും ഈ അരിയിൽ പിടിക്കും. അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, നാരങ്ങ പിഴിഞ്ഞൊഴിക്കും, പട്ട, കറയാമ്പ്, ഏലക്ക, ബേ ലീഫ് അതെല്ലാം ഇട്ട് അത് വറ്റി നെയ്ച്ചോറാകുമ്പോൾ പിന്നെ 2 രീതി ചെയ്യാട്ടാ. ഈ നമ്മൾ ഈ വേവിച്ച് വെച്ച സാധനം വേവിച്ചിട്ട്, ഈ ചിക്കൻ വേവിച്ചതിന് ശേഷം ഇത് നെയ്ച്ചോറ് എടുത്ത് അതിന്റെ മുകളിലോട്ട് വെച്ച് ദമ്മിടാം. അല്ലാതെ ഈ പച്ചക്ക് ഈ സാധനം വെച്ചിട്ട് നമ്മളൊരു 50% റൈസ് ഇല്ലേ, അത് 50% ആകുമ്പോൾ ഊറ്റിയെടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് പിന്നെ അപ്പൊ ഈ ചിക്കൻ അതിന്റെ അകത്ത് കിടന്ന് വെന്ത് ഈ ആവിയും കംപ്ലീറ്റ് റൈസിൽ ശരിക്കും അതിന്റെ ഒരു അത് പിടിക്കും. ബിരിയാണി പഠിച്ച പിന്നെ ദമ്പിന്റെ ടൈമിംഗ് ഉണ്ട്. ഒരു 5 മിനിറ്റ് നമ്മള് ഹൈ വെച്ചൊന്നും ഒട്ടിക്കാറില്ല. മെനക്കേടാണ്. കല്യാണ ബിരിയാണിയിലൊക്കെ ചെയ്യും, ഹോട്ടൽസിലൊക്കെ ചെയ്യുമായിരിക്കും. ഭാരം കയറ്റി വെക്കും. ഒരു വലിയ പാത്രത്തിൽ വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ ചെറിയ അമ്മി സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ആ കല്ലൊക്കെ എടുത്ത് വെക്കും. ആരാ എന്നിട്ട് സെലിബ്രിറ്റീസിന് ഭക്ഷണം പാചകം ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് നീ ഒരു അപാര ഷെഫാണ്, നല്ല പാചകം തന്നെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്? സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. എപ്പോ? അവര് പെരുന്നാളിന് വീട്ടിൽ കൊണ്ട് ഞാൻ ബിരിയാണി വെച്ചു. പുള്ളിക്ക് 2-3 സ്ഥലത്ത് നിന്ന് ബിരിയാണി കിട്ടി. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 3 ടൈപ്പ് ഓഫ് ബിരിയാണി കഴിച്ചത്, അതിൽ ഏറ്റവും നമ്പർ 1 നിന്റെ ആയിരുന്നു പറഞ്ഞു. എനിക്ക് ഇച്ചിരി അദ്ദേഹത്തിന് ഇപ്പം വൈഫും പറഞ്ഞു, മക്കളും പറഞ്ഞു. അപ്പൊ കോൺഫിഡൻസ് ആയി, അതിന്റെ ബിരിയാണി വെച്ചു കൊടുക്കാം. എപ്പോഴും അങ്ങനത്തെ ഒരു ഏരിയ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഒരു കാറ്ററിംഗ് ബിസിനസ് ഒക്കെ തുടങ്ങി അങ്ങനത്തെ ഒരു ആലോചന ഉണ്ടായിരുന്ന? അല്ല, ഇപ്പൊ തോന്നി. ഇപ്പോഴാണല്ലോ ഞാൻ അതൊക്കെ ഈ കോവിഡിന് ശേഷമല്ലേ കുക്കിംഗ് ഒക്കെ പഠിച്ചേ. പക്ഷെ ഇതിനൊക്കെ ഒരു പ്രായമുണ്ട്. ആ കാറ്ററിംഗ് ഒക്കെ ഭയങ്കര സ്ട്രെയിനാ. ആ ചെറു പ്രായത്തിലേ കയറി അതിൽ അതൊക്കെ ചെയ്യണമെങ്കിൽ ഓക്കെ. കാറ്ററിംഗ് അത്ര ഈസി ഒന്നും അല്ലല്ലോ. കാരണം ഒരു വലിയ റിസ്ക്കാ. കാരണം 1000 പേർക്കും 3000 പേർക്കൊക്കെ വെച്ചിട്ട് ഫുഡ് മോശമെന്ന് പറഞ്ഞാൽ എന്തോരം പേരുടെ പഴി കേൾക്കണം. ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വയ്യാത്തൊരു മനുഷ്യനല്ലേ? അല്ല, പ്രശ്നം വന്നാൽ അത് ഫേസ് ചെയ്തല്ലേ പറ്റൂ. ദൂരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്, അത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ സുരേഷിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പൊ പ്രത്യേകിച്ച് അദ്ദേഹം MP ഒക്കെ ആയതിനു ശേഷം, കേന്ദ്രമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളായിട്ടുള്ള ബന്ധം അത്ര സൗകര്യമൊന്നുമല്ല. ഇതിന് ഫ്രിക്ഷൻ ഒക്കെ തന്നെ. അപ്പൊ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡൊക്കെ ആയിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നത്. സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യനെ അപഹാജ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്? എങ്ങനെയാ മനസ്സിലാക്കി? പഞ്ചഭാവ. മാധ്യമത്തിൽ വന്ന് പറയണമെന്ന് എനിക്കറിയാമുള്ളൂ. അതൊന്നും നമ്മളത് നോക്കാറില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ആള് നോക്കണമെങ്കിൽ വളരെ പാവ. നമുക്ക് ഏത് സമയത്തും വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്താണ്. അല്ല, എന്താ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യം എന്താ? നമുക്ക് അതിലൊന്നും ഇത് തന്നെയല്ല. അന്നത്തെ ബന്ധം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. പിന്നെ പുള്ളി ഭയങ്കര ബിസിയായി, അടുത്ത പോലെ ഒന്നും കാണാൻ പറ്റാറില്ല. എനിക്ക് വീട്ടുകാർക്ക് തന്നെ പുള്ളിനെ കിട്ടാറില്ല എന്ന് തോന്നുന്നു. അല്ലേ? ഞാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ രാധികനെ വിളിക്കും, രാധികയുടെ അടുത്ത് കാര്യം പറയും, രാധിക കൺവേ ചെയ്യും. അങ്ങനെയാണ് കുറച്ചും കൂടി ഈസി. അല്ല, ബിസി അല്ല, ഫോൺ എടുക്കാനൊക്കെ പാടാ. എന്നാലും എടുക്കും കേട്ടോ, ഫ്രീ ആണെങ്കിൽ എടുക്കും. വീട്ടുകാരെയൊക്കെ ചോദിക്കും. ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ആളാ. കൃഷ്ണകുമാറിന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ എല്ലാ ഹൈസിലും ലോസിലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ കാണുമ്പോഴേ അദ്ദേഹത്തിന് ഇപ്പൊ മറ്റ് ബിസിനസ്സുകൾ ഉണ്ടോന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിനാണിപ്പോ ഇടവേളകളിലൊക്കെ അദ്ദേഹത്തിന് സിനിമ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ റെഗുലർ ആയിട്ട് ഇങ്ങനെ സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായിട്ടൊന്നും കണ്ടിട്ടില്ല.
അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടൊക്കെ ലോസ് ഉണ്ടാവുന്ന സമയത്തൊക്കെ അത് മനസ്സിലാക്കി അതിനൊപ്പം നിൽക്കാൻ സാധിച്ചിട്ടുണ്ടോ അപ്പൊ ഹാജിക്ക് അങ്ങനെ അല്ല, നമ്മുടെ അടുത്ത് അങ്ങനെ സാമ്പത്തിക കാര്യങ്ങളൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ വൈഫ് പുള്ളിനെ ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും. ആ ടൈമിലൊക്കെ. അതിനുശേഷം പുള്ളിയുടെ മക്കളിപ്പം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. മക്കള് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ആ പിള്ളേരൊന്നും അല്ല. അവരൊക്കെ ഭയങ്കര കാര്യവിവരമുള്ള പിള്ളേരാണ്. ഒരുപാട് ചാരിറ്റി ചെയ്യണ പിള്ളേരാണ്. ഓ ഓ ഓ പുറത്തൊന്നും അവര് പറയണ്ടാവൂല. പക്ഷെ എനിക്കിങ്ങനെ ഉള്ളിൽ നിന്ന് അറിയണോണ്ട് അറിയണം മക്കളെയൊക്കെ. ഓ ഓ ഓ ഓ ഓ എല്ലാവരും ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ കിച്ചു അതിന് കോച്ച് കിച്ചുവും സിന്ധുവും ഒക്കെ അതിനൊരു സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. 4 പെൺപിള്ളേരെ വളർത്തുന്ന അത്ര ഈസി അല്ലല്ലോ. അതെ 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 കിച്ചു തന്നെയാണ് അവരെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വരാനൊക്കെ പ്രേരിപ്പിച്ചതൊക്കെ. ഉം, ഉം. ആ കോവിഡ് ടൈമിൽ ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വാ എന്ന് പറഞ്ഞതൊക്കെ കിച്ചു തന്നെയാണ്. ഉം, ഉം, ഉം. പിന്നെ സിന്ധുവിടെ സിന്ധു നല്ല സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും സെപ്പറേറ്റ് യൂട്യൂബ് ചാനലുകളും ഉണ്ട് ആ കുടുംബത്തിലെ എല്ലാവർക്കും കാണാറുണ്ടോ അതൊക്കെ അന്ന് റിലീസ് ആണതിന് മുമ്പ് എത്ര ലക്ഷം പേരാ കാണുന്നത്. ഇപ്പൊ ദിയക്ക് കുട്ടിയുണ്ടായ ആ എപ്പിസോഡൊക്കെ മില്യൺസ് ആണ് ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു വളർച്ചയുണ്ടല്ലോ ആ 4 കുട്ടികളും ഇന്നിപ്പം കേരളത്തിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നല്ല സന്തോഷമാണ്. അവർ പിള്ളേർ നല്ല സ്മാർട്ട് പിള്ളേരാണ്. അവർ ജീവിക്കാൻ പഠിച്ച പിള്ളേരാണ്. ഹെൽപ്പ് ചെയ്യാൻ പഠിച്ച പിള്ളേരാണ്. സാധാരണ സപ്പോർട്ട് ചെയ്യാൻ പഠിച്ച പിള്ളേരാണ്. ഈ അവരെന്താ ചെയ്യാ എന്നെ ഹാജാമാമൻ എന്ന് വിളിക്കണം. ഹാജാമാമൻ എന്ന് വിളിക്കണേ. ആജാമാമൻ അവര് മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ വിളിക്കണേ. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. കേൾക്കുമ്പോൾ ഒരു മനസ്സിനൊരു സുഖമാണ്. മനസ്സറിഞ്ഞ് വിളിക്കണ അവര്. ഇതിൽ ആരോടാ ഏറ്റവും അധികം അടുപ്പം, ഏറ്റവും അധികം ഫ്രണ്ട്ഷിപ്പ് ആരോടാ? അല്ല, അത് അമ്മു നമ്മൾ ചെറുപ്പം മുതൽ കാണണല്ലേ. അമ്മു ഓസിയാണ് നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നവർ. മറ്റവര് വന്നപ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമ്മളൊക്കെ ജീവിതത്തിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടമായി. മറ്റേത് ഞങ്ങൾ എന്നും കാണുന്ന ആൾക്കാരായിരുന്നു. ഞാനും കിച്ചുവും സിന്ധുവും ഈ 2 പിള്ളേർ. കൂടുതൽ അമ്മു കുട്ടിയാണ് കൂടുതൽ അടുപ്പം എന്നോടും. ഓസിയും ഇപ്പൊ ഭയങ്കര ബിസിയായി. അതെ 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 അതെ. അപ്പൊ അഹാനൊക്കെ ആയാലും ശരി, അപ്പൊ അഹാന വളരെയധികം ടാലന്റ് ആയിട്ട് ഒരാളായിട്ട് തോന്നിയിട്ടില്ല. അവര് അഭിനയിക്കും, അവര് സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്, അവര് ഡയറക്ഷൻ ചെയ്യും, സ്വന്തമായിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യും. എഡിറ്റിംഗ് ഒരു രക്ഷയില്ല. അതെ അതെ അത്രയും അത് പഠിച്ചിട്ടുണ്ടോ? അതെ അതെ അത് കുത്തിയിരുന്ന് പഠിക്കുകയാണ്. യൂട്യൂബ് നോക്കിയിട്ട് തന്നെ അവര് ഡിഗ്രി എന്തോ അങ്ങനത്തെ എന്തോ വിഷൻ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ പുതിയ എഡിറ്റിംഗ് ഹാക്സ് ഒക്കെ അവർ യൂട്യൂബ് നോക്കിയിട്ട് തന്നെ അപ്ഡേറ്റ് ആയിട്ട് അത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു അഭിമുഖത്തിൽ ഞാൻ പറയുന്നത് കേട്ടു, അഹാന അർഹിക്കുന്ന അവസരങ്ങളും അല്ലെങ്കിൽ അതൊന്നും അവർക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്നില്ല. ശരിക്കും അവർ ഇനി യൂസ് ചെയ്യാൻ അടി എന്നൊക്കെ പറഞ്ഞ പടത്തില് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ലേ? വേറെ 2-3 പടത്തിലൊക്കെ ലൂക്കയിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാറുണ്ടോ മോളെ നീ ശരിക്കും ഗംഭീരമായിട്ടുള്ള ആക്ടറാണ്, നിനക്ക് ഇനി അവസരങ്ങൾ വരും, അങ്ങനെ കോൺഫിഡൻസ് കൊടുക്കാറുണ്ടോ? അങ്ങനെ ഞാൻ കൊടുക്കാറില്ല. സിനിമയെ പറ്റി സംസാരിക്കാറില്ല മിക്കവാറും. ജീവിതത്തിലെ കാര്യങ്ങൾ സംസാരിക്കാറ്. ഒരു ആർട്ടിസ്റ്റിന്റെ കൂടെ സിനിമയെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. ഞങ്ങളുടെ വേറെ കാര്യങ്ങൾ സംസാരിക്കാറുള്ളൂ. സിനിമയെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. അവരോട് ചോദിച്ചോ ഞാൻ അങ്ങനെ വല്ലതും സംസാരിക്കാറുണ്ടാന്ന്. അല്ല അത് ഞാൻ കേട്ടിട്ടില്ല. അതായത് ഇപ്പൊ അവര് പറയുന്ന കഥകളിലായാലും ശരി, അല്ലെങ്കിൽ അപ്പൊ എന്നുള്ള പേര് വരുമ്പോഴൊന്നും അവിടെ ഒന്നും സിനിമ ഉണ്ടാവില്ല, വേറെ എന്തെങ്കിലും ഹാപ്പനിങ്സോ ഒക്കെ ഉണ്ടാവുള്ളൂ. സിനിമയും ഇതൊക്കെ അവര് നമ്മളെക്കാട്ടിയും കൂടുതൽ അവര് അഡ്വാൻസ്ഡ് ആണ്. പിന്നെ നമ്മൾ അവരുടെ അടുത്തൊന്നും പറയേണ്ട കാര്യമില്ല.